പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി തുടർന്ന് ഇന്ത്യ. കശ്മീരിൽ ലഷ്കർ കമാൻഡറെ വധിച്ചു. കശ്മീരികളായ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. തെക്കൻ പിർ പഞ്ചൽ മേഖലകളിൽ തെരച്ചിൽ വ്യാപിപ്പിക്കാൻ തീരുമാനം. കരസേനാ മേധാവി ഉധംപൂരിൽ. നിയന്ത്രണ രേഖയിൽ ഉടനീളം പാക് പ്രകോപനം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇന്ത്യ റദ്ദാക്കിയേക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയുന്നു. നേതൃത്വം നൽകിയത് പാക് ഭീകരൻ ഹാഷിം മൂസ എന്ന് കണ്ടെത്തൽ. 2 ഭീകരരുടെ രേഖാചിത്രം കൂടി പുറത്ത്. ആക്രമണം നടത്തിയവരെ പുകഴ്ത്തി പാകിസ്ഥാൻ. ഭീകരർ സ്വാതന്ത്ര്യ സമരക്കാരെന്ന് പാക് വിദേശകാര്യമന്ത്രി. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അന്തിമോപചാരം അർപ്പിച്ച ഗവർണർമാരും മന്ത്രിമാരുമടക്കം 100 കണക്കിന് പേർ. വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്ത് കേന്ദ്രം. നിയമത്തിലെ മാറ്റങ്ങളെ ന്യായീകരിച്ച് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമില്ല എന്ന് കേന്ദ്രം. വഖഫ് നിയമം സ്വകാര്യ സർക്കാർ ഭൂമി കൈക്കലാക്കാൻ ദുരുപയോഗം ചെയ്തുവെന്നും കേന്ദ്രം. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. വാർഷിക ലൈസൻസ് ഫീസ് 10 ലക്ഷം രൂപ. IT കമ്പനികളുടെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം വിൽക്കാൻ അനുമതി. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K. കസ്തൂരിരംഗൻ അന്തരിച്ചു. അന്ത്യം 84-ാം വയസ്സിൽ ബംഗളൂരുവിൽ. 9 വർഷം ISRO ചെയർമാനായിരുന്നു. വിടവാങ്ങിയത് ബഹിരാകാശ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ പ്രതിഭ. ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. ജാമ്യം അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് കോടതി. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 2 പേരെ കൂടി പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച്. പ്രതി ചേർത്തത് MS സൊല്യൂഷൻസ് മാനേജരെയും അധ്യാപകനെയും. ഇരുവരും ഒളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മലയാളം സംസാരിക്കാൻ അറിയാത്തയാളെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. മലയാളം പറയാൻ മാത്രമല്ല മുണ്ട് മടക്കി കുത്തി നല്ല തെറി പറയാനും അറിയാമെന്ന് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും. മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക്. സംസ്കാരം നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങുകൾ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തി.